ലോക ഫുട്ബോൾ ചരിത്രത്തിൽ സമാനതകളില്ലാത്ത ആധിപത്യം പുലർത്തിയിരുന്ന ഒരു കാലഘട്ടമായിരുന്നു സർ അലക്സ് ഫെർഗൂസന്റെ കീഴിലുള്ള മാഞ്ചസ്റ്റർ യുണൈറ്റഡിന്. ആയിരത്തി 1986 നവംബർ മുതൽ 2013 മെയ് വരെ നീണ്ടുനിന്ന ഈ യുഗത്തിൽ വെറുമൊരു ഫുട്ബോൾ ക്ലബ് എന്നതിലുപരി ഒരു വിജയങ്ങളുടെ പര്യമായും പലരും കണ്ടുകുതിക്കുന്നൊരു സ്വപ്നമായും യുണൈറ്റഡ് മാറി. അച്ചടക്കം, കഠിനാധ്വാനം, അവസാന നിമിഷം വരെ പോരാടാനുള്ള വീര്യം എന്നിവ സമന്വയിപ്പിച്ചുകൊണ്ട് ഇംഗ്ലീഷ് ഫുട്ബോളിന്റെ സിംഹാസനം യുണൈറ്റഡ് പിടിച്ചടക്കിയ ആ പ്രതാപകാലം ചരിത്രത്തിൽ സുവർണാക്ഷരങ്ങളാൽ രേഖപ്പെട്ടിരുന്നു. സർ അലക്സ് ഫെർഗൂസന്റെ 26 വർഷത്തെ ഭരണകാലത്ത് മാഞ്ചസ്റ്റർ യുണൈറ്റഡ് ആകെ 38 പ്രധാന കിരീടങ്ങളാണ് ഓൾഡ് ട്രഫോർഡിൽ എത്തിച്ചത്. ഇതിൽ ഏറ്റവും ശ്രദ്ധേയമായത് 13 പ്രീമിയർ ലീഗ് കിരീടങ്ങളായിരുന്നു. 1992 പ്രീമിയർ ലീഗ് പുനരാരംഭിച്ചതിനു ശേഷം ഇംഗ്ലണ്ടിലെ ഏറ്റവും മികച്ച ടീമായി യുണൈറ്റഡ് മാറി. ഈ കാലഘട്ടത്തിലെ ഏറ്റവും വലിയ നേട്ടം 1998-99 സീസണിലെ ചരിത്രപരമായ ട്രബിൾ വിജയമായിരുന്നു. ഒരേ സീസണിൽ തന്നെ പ്രീമിയർ ലീഗും FA കപ്പും യുവേഫ ചാമ്പ്യൻസ് ലീഗും എന്നിവ നേടിയ ഏക ഇംഗ്ലീഷ് ക്ലബ് എന്ന റെക്കോർഡ് ദീർഘകാലം യുണൈറ്റഡ് നിലനിർത്തി. യൂറോപ്യൻ വേദിയിൽ 1999, 2008 വർഷങ്ങളിൽ ചാമ്പ്യൻസ് ലീഗ് കിരീടം നേടിയവർ ക്രിസ്ത്യാനോ റൊണാൾഡോ, വെയ്ൻ റൂണി, എറിക് കാന്റോണ തുടങ്ങിയ ഇതിഹാസങ്ങളുടെ കരുത്തിൽ ലോക ഫുട്ബോളിനെ വിറപ്പിച്ചു. ക്ലാസ് ഓഫ് 92 എന്നറിയപ്പെടുന്ന റയാൻ ഗിഗ്സ്, പോൾ സ്കോൾസ്, ഡേവിഡ് ബക്കാം തുടങ്ങിയ അക്കാദമി താരങ്ങൾ ടീമിന്റെ നട്ടെല്ലായപ്പോൾ പ്രതിരോധത്തിലെ റിയോ ഫെർഡിനാൾഡ്, നെമാഞ്ച വിദിച്ച് സഖ്യവും ഗോൾ പോസ്റ്റിന് മുന്നിൽ പീറ്റർ സ്മൈക്കിളും എഡ്വിൻ വാൻഡിസാർ എന്നിവരും അജയ്യരായി നിന്നു. 5 FA കപ്പുകൾ, 4 ലീഗ് കപ്പുകൾ, ഒരു ഫിഫ വേൾഡ് കപ്പ് എന്നിവയുൾപ്പെടെയുള്ള നേട്ടങ്ങൾ യുണൈറ്റഡിനെ ഇംഗ്ലണ്ടിലെ ഏറ്റവും വിജയകരമായ ക്ലബ്ബുകളുടെ പട്ടികയിലെ മുൻനിരയിലെത്തിച്ചു. തോൽവി ഉറപ്പായ മത്സരങ്ങളിൽ പോലും ഇഞ്ചുറി ടൈമിൽ ഗോളുകൾ നേടി വിജയം കൈവരിച്ച ഫെർഗി ടൈം ഈ പ്രതാപകാലത്തിന്റെ മായ തടയാളമായി ഇന്നും നിലനിൽക്കുന്നു. ഓൾഡ് ട്രഫോർഡിലെ ആ പുൽമൈതാനത്ത് സർ അലക്സ് ഫെർഗൂസൻ എന്ന മാന്ത്രികൻ തന്റെ കയ്യിലെ ഗം ചവച്ചുകൊണ്ട് ഘടികാരത്തിലേക്ക് നോക്കി നിൽക്കുന്ന ഓരോ നിമിഷവും ആരാധകർക്ക് നൽകിയിരുന്നത് തോൽക്കില്ലെന്ന ഉറപ്പായിരുന്നു. തലമുറകൾ കൈമാറി വരുന്ന ആ ചുവന്ന ജേഴ്സിയുടെ ഗനിമയും ഗാലറികളിൽ മുഴങ്ങുന്ന ഗ്ലോറി ഗ്ലോറി മാൻ യുണൈറ്റഡ് എന്ന വരികളും ഇന്നും ഓരോ ആരാധകന്റെയും രക്തത്തിൽ ആവേശം നിറക്കുന്നു. ആ സുവർണ കാലഘട്ടം ലോക ഫുട്ബോളിന് നൽകിയ സന്ദേശം ഒന്നേയുള്ളൂ: ചരിത്രങ്ങൾ മായ്ച്ചു കളയാം, പക്ഷേ ചുവന്ന ചെകുത്താന്മാർ തീർത്ത സാമ്രാജ്യത്തിന്റെ അലയൊളികൾ കാലാതീതമായി നിലനിൽക്കുക തന്നെ ചെയ്യും. എന്നാൽ നിർഭാഗ്യത്തിന്റെ നിഴൽവട്ടം വീണത് 2013 മെയ് 19 ഓൾഡ് ട്രഫോർഡിലെ ആ ചുവന്ന സാമ്രാജ്യത്തിൽ നിന്ന് സൂര്യൻ അസ്തമിച്ച ദിവസമായിരുന്നു അത്. 26 വർഷം നീണ്ട ഒരു ഇതിഹാസ യാത്രയുടെ അവസാനമായിരുന്നു. ആ മെയ് മാസത്തിലെ സായാഹ്നത്തിൽ മഴ നനഞ്ഞ ഓൾഡ് ട്രഫോർഡിലെ പുൽമൈതാനത്ത് നിന്ന് അദ്ദേഹം വിടവാങ്ങുമ്പോൾ ഗാലറികളിൽ തിങ്ങി നിറഞ്ഞ 10,000ങ്ങളുടെ കണ്ണുകൾ ഈറനണിഞ്ഞിരുന്നു. മനസ്സുകൊണ്ട് ഞാനെന്നും ഈ ക്ലബിൻ്റെ കൂടെയുണ്ടാകുമെന്ന അദ്ദേഹത്തിൻ്റെ വാക്കുകൾ അവസാനിക്കുമ്പോൾ ആ യുഗത്തിൻ്റെ അവസാനമായിരുന്നു അവിടെ കുറിക്കപ്പെട്ടത്. താൻ പടുത്തുയർത്തിയ മണ്ണ് വിട്ടിറങ്ങുമ്പോൾ ഫെർഗൂസന്റെ കണ്ണുകളിലും ഒരു നീറ്റലുണ്ടായിരുന്നു. അദ്ദേഹം പോയ അതേ സമയത്ത് തന്നെ ക്ലബിൻ്റെ CEO ആയിരുന്ന ഡേവിഡ് ഗില്ലും സ്ഥാനമൊഴിഞ്ഞു. ഫുട്ബോളിനെ കുറിച്ച് വലിയ അറിവില്ലാത്ത എഡ് വുഡ്വാർഡ് ഭരണമേറ്റതോടെ മൈതാനത്തെ തീരുമാനങ്ങളിൽ പോലും പാകപ്പിഴവുകൾ സംഭവിച്ചു തുടങ്ങി. ഫെർഗൂസന്റെ കാലത്ത് ഒരു താരത്തെ വാങ്ങുന്നത് ടീമിന്റെ ആവശ്യങ്ങൾ നോക്കിയായിരുന്നു. എന്നാൽ അതിനുശേഷം ടീമിന് ആവശ്യമില്ലെങ്കിലും മാർക്കറ്റിൽ മൂല്യമുള്ള വൻകിട താരങ്ങളെ വലിയ വില കൊടുത്തും ഓരോ പുതിയ പരിശീലകൻ വരുമ്പോഴും അവരുടെ ശൈലിക്ക് അനുയോജ്യമായ താരങ്ങളെയും വാങ്ങി. പിന്നീട് ആ പരിശീലകൻ സ്ഥാനമൊഴിയുമ്പോൾ ആ താരങ്ങൾ പിന്നീട് ടീമിന് ഒരു ബാധ്യതയായി മാറി. 2013 ഫെർഗൂസൻ പടിയിറങ്ങിയതോടെ ഓൾഡ് ട്രഫോർഡിലെ ജൈത്രയാത്രയും അവസാനിക്കുകയായിരുന്നു. ഡേവിഡ് മോയസ് മുതൽ എറിക് ടെൻ ഹാഗ് വരെയുള്ള പരിശീലകർ മാറി മാറി വന്നിട്ടും ഫെർഗൂസൻ കാത്തുസൂക്ഷിച്ച ചൈതന്യം വീണ്ടെടുക്കാൻ ക്ലബിനായില്ലായിരുന്നു. എഡ് വുഡ്വാർഡിന്റെ നേതൃത്വത്തിലുള്ള മാനേജ്മെന്റ് ഫുട്ബോളിനേക്കാൾ കൂടുതൽ ബിസിനസിനും മാർക്കറ്റിംഗിനും മുൻഗണന നൽകിയത് ടീമിന്റെ തകർച്ചയ്ക്ക് ആക്കം കൂട്ടി. ടീമിന്റെ ശൈലിയോ പാരമ്പര്യമോ നോക്കാതെ സോഷ്യൽ മീഡിയ ഫോളോവേഴ്സിനെയും ജേഴ്സി വിൽപ്പനയെയും ലക്ഷ്യം വെച്ച് പോൾ പോഗ്ബയെയും ഏഞ്ചൽ ഡീമരിയെയും പോലുള്ള വമ്പൻ താരങ്ങളെ റെക്കോർഡ് തുകയ്ക്ക് എത്തിച്ചെങ്കിലും
അവർക്ക് മൈതാനത്ത് ഫെർഗൂസൻ യുഗത്തിലെ പോരാട്ട വീര്യം പുറത്തെടുക്കാനായില്ല. കൃത്യമായൊരു പ്ലാനിങ്ങോ സ്പോർട്ടിംഗ് ഡയറക്ടർ പോലെയുള്ള തസ്തികകളോ ഇല്ലാത്തത് ട്രാൻസ്ഫർ വിപണിയിൽ യുണൈറ്റഡിനെ ഒരു പരിഹാസ പാത്രമാക്കി മാറ്റി. ഇതിനിടയിൽ ഓൾഡ് ട്രഫോർഡ് എന്ന വിഖ്യാത സ്റ്റേഡിയം അറ്റകുറ്റപ്പണികളില്ലാതെ ശോചാവസ്ഥയിലായിട്ടും ക്ലബിന്റെ ഉടമകളായ ഗ്ലേസർ കുടുംബത്തിന്റെ ലാഭക്കുതിയും ആരാധകരെ തെരുവിലിറക്കി. പണ്ട് എതിരാളികൾ ഭയപ്പാടോടെ മാത്രം കണ്ടിരുന്ന ഫെർഗി ടൈമും അവസാന നിമിഷത്തെ തിരിച്ചുവരവുകളും വെറും ഓർമ്മകളായി മാത്രമായി. പ്രീമിയർ ലീഗ് കിരീടത്തിനായി 10 വർഷത്തിലേറെ നീണ്ട കാത്തിരിപ്പും ചാമ്പ്യൻസ് ലീഗിലെ ദയനീയ പ്രകടനങ്ങളും ചുവന്ന ചെകുത്താന്മാരുടെ പ്രതാപം മങ്ങിച്ചു. ചുരുക്കത്തിൽ ഫുട്ബോൾ ഭരണത്തിലെ കൊടുകാര്യസ്ഥതയും ദീർഘവീക്ഷണമില്ലാത്ത തീരുമാനങ്ങളും ചേർന്ന് ലോകത്തിലെ ഏറ്റവും വലിയ ഫുട്ബോൾ സാമ്രാജ്യത്തിന്റെ അടിത്തറയിളക്കുന്ന കാഴ്ചയാണ് ഫെർഗൂസിന് ശേഷമുള്ള കാലം അടയാളപ്പെടുത്തിയത്. സർ അലക്സ് ഫെർഗൂസന്റെ പടിയിറക്കത്തിന് ശേഷം ജോസ് മൗറിഞ്ഞോ, ഗണ്ണർ ഷോൾജിയർ, ടെൻ ഹാഗ് എന്നിവർക്ക് കീഴിൽ പ്രതാപത്തിന്റെ നേടിയ വട്ടം കാണിച്ചെങ്കിലും പൂർണ്ണതയിലേക്ക് എത്തിക്കാൻ അവർക്കും സാധിച്ചില്ലായിരുന്നു. ഒടുക്കം പരിശീലക സ്ഥാനം ഏറ്റെടുത്ത റൂബൻ അമോറിമിന്റെ സീറ്റും തെറിച്ചിരിക്കുകയാണ്. മാഞ്ചസ്റ്റർ യുണൈറ്റഡിന്റെ ചരിത്രത്തിലെ നിർണായകമായ ഒരു ഘട്ടത്തിലാണ് 2026 ജനുവരി 13 മൈക്കൽ കാരിക്ക് ക്ലബിന്റെ മുഖ്യ പരിശീലകനായി വീണ്ടും ഓൾഡ് ട്രഫോർഡിൽ എത്തുന്നത്. 2025-26 സീസണിന്റെ അവസാനം വരെ ടീമിനെ നയിക്കാനുള്ള ഉത്തരവാദിത്തം ഏറ്റെടുത്ത കാരിക് താൻ ചുമതലയേറ്റ് വെറും ദിവസങ്ങൾക്കുള്ളിൽ തന്നെ ക്ലബിൽ വലിയ മാറ്റങ്ങൾ കൊണ്ടുവന്നു. അവിടെ മുതലാണ് കാര്യങ്ങൾ മാറി മറയുന്നത്. പുകഞ്ഞുകിടന്ന പ്രതാപം കാരിക്കിലൂടെ ഉടലെടുക്കുകയാണ്. പ്രതീക്ഷയറ്റ ജനതയെ കൈപ്പിടിച്ചുയർത്തുകയാണ് കാരിക്കിന്റെ പടയാളികൾ. അലക്സ് ഫെർഗൂസൻ എന്ന ഇതിഹാസത്തിന്റെ പടിയിറക്കത്തിന് ശേഷം മാഞ്ചസ്റ്റർ യുണൈറ്റഡ് നേരിട്ട ഇരുണ്ട കാലഘട്ടത്തിന് അറുതി വരുത്തിക്കൊണ്ട് മൈക്കൽ കാരിക്ക് എന്ന തന്ത്രജ്ഞൻ ടീമിന്റെ രക്ഷകനായി ഉദയം ചെയ്തിരിക്കുകയാണ്. മോയസ് മുതൽ റൂബൻ അമോറിം വരെയുള്ള പ്രമുഖർ പരാജയപ്പെട്ടിടത്ത് ക്ലബിന്റെ ആത്മാവ് തൊട്ടറിഞ്ഞ ഒരു പടത്തലവനെയാണ് കാരിക് ചുവടുറപ്പിച്ചത്. റൂബൻ അമോറിമിനും പിടിച്ചു നിൽക്കാനാവാതെ പോയ ആ കത്തുന്ന കസാരയിലേക്ക് കാരിക്കെത്തിയപ്പോൾ പലരും സംശയിച്ചെങ്കിലും നിശബ്ദമായ കുതന്ത്രങ്ങളാൽ അദ്ദേഹം ഫുട്ബോൾ ലോകത്തെ ഞെട്ടിച്ചു കളയുകയായിരുന്നു. ചിതറിക്കിടന്ന താരങ്ങളെ ഒരു ചരടിൽ കോർത്തതുപോലെ ഒരൊത്തൊരുമയുള്ള ഒരു പോരാളി സംഘമാക്കി മാറ്റാൻ അദ്ദേഹത്തിന് സാധിച്ചു. പ്രതിരോധത്തിലെ വിള്ളലുകളടച്ചും മധ്യനിരയിൽ സർഗാത്മകത നിറച്ചും മുൻനിരയിൽ പഴയ ചുവന്ന പിശാചുകളുടെ ആക്രമണ വീര്യം തിരിച്ചുകൊണ്ടുവന്നുമുള്ള കാരിക്കിന്റെ ശൈലി ഓൾഡ് ട്രഫോർഡിൽ പുതിയൊരു വിപ്ലവത്തിന് തിരികൊളുത്തുകയാണ്. ജനുവരി 17 നടന്ന ആവേശകരമായ മാഞ്ചസ്റ്റർ ഡെർബിയിൽ സിറ്റിക്കെതിരെ 2-0 എന്ന ഉജ്ജ്വല വിജയം നേടാൻ യുണൈറ്റഡിനായി. 2023 ജനുവരിക്ക് ശേഷം ഓൾഡ് ട്രഫോർഡിൽ വെച്ച് ചിരവൈരികളായ മാഞ്ചസ്റ്റർ സിറ്റിക്കെതിരെ ക്ലബ്ബ് നേടുന്ന ആദ്യ വിജയമായിരുന്നു ഇത്. വിജയക്കുതിപ്പ് തുടർന്നുകൊണ്ട് ജനുവരി 25 നടന്ന തന്റെ രണ്ടാമത്തെ മത്സരത്തിൽ ആർസണലിനെ 2-3 എന്ന സ്കോറിന് പരാജയപ്പെടുത്താനും കാരിക്കിന് സാധിച്ചു. ഈ വിജയം ആർസണലിനെതിരെ യുണൈറ്റഡ് നേടുന്ന 100ാമത്തെ വിജയമെന്ന ചരിത്ര നേട്ടത്തോടൊപ്പം 2017 ഡിസംബറിന് ശേഷം അവരുടെ മൈതാനത്ത് വെച്ച് യുണൈറ്റഡ് നേടുന്ന ആദ്യ എവേ വിജയവുമായി മാറുകയാണ്. ഫെബ്രുവരി 1 വാശിയേറിയ പോരാട്ടത്തിൽ ഫുൾഹാമിനെ തളച്ചിട്ടതോടെ കാരിക്കിന്റെ കീഴിൽ ജൈത്രയാത്ര തുടരുകയാണ്. കഴിഞ്ഞില്ലായിരുന്നു. ഇന്നലെ ടോട്ടൻഹാമിനെയും പരാജയപ്പെടുത്തിയിരിക്കുകയാണ്. തുടർച്ചയായി 4 മത്സരങ്ങളിലാണ് യുണൈറ്റഡ് വിജയിക്കുന്നത്. ഫ്രാങ്ക് ഇല്ലിയറ്റ് എന്ന ആരാധകൻ ഇപ്പോൾ സന്തോഷത്തിലായിരിക്കും. 5 മാച്ച് അടുപ്പിച്ച് ജയിച്ചു കഴിഞ്ഞാൽ അയാൾ മുടിവെട്ടുമെന്നാണ് പറയുന്നത്. അയാൾക്ക് ഇനി കാത്തിരിക്കാം ആ ഒരു ഒറ്റ മത്സരത്തിന്റെ റിസൾട്ടിനായി. പ്രതീക്ഷയറ്റ ആരാധക ലക്ഷ്യങ്ങളെ വീണ്ടും സ്വപ്നം കാണാൻ പ്രേരിപ്പിക്കുന്ന ഈ മുന്നേറ്റം മാഞ്ചസ്റ്ററിന്റെ നഷ്ടപ്പെട്ട പ്രതാപം വീണ്ടെടുക്കുക മാത്രമല്ല, യൂറോപ്പിന്റെ ഫുട്ബോളിലെ ചക്രവർത്തി പട്ടം അവർക്ക് തിരികെ നൽകാനുള്ള ഒരു മഹത്തായ യാത്രയുടെ തുടക്കം കൂടെയാണിത്. മൈതാനത്തെ ഓരോ ചലനത്തിലും വിജയത്തിന്റെ മുദ്ര പതിപ്പിച്ചുകൊണ്ട് കാരിക്കിന്റെ സൈന്യം ഇപ്പോൾ മുന്നേറുന്നത് ഫുട്ബോൾ ചരിത്രത്തിലെ തന്നെ സമാനതകളില്ലാത്ത ഒരു തിരിച്ചുവരവിലേക്കാണ്. അതെ, റെഡ് ഡെവിൾസ് തിരിച്ചു വന്നിരിക്കുന്നു. ഇതൊരു തിരിച്ചുപോക്കില്ലാത്തൊരു തിരിച്ചുവരവാകട്ടെ.